ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ രണ്ടു ദിവസം വീഡിയോ ചെയ്തതിലെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അരുൺ ജെ എന്ന് പറയുന്ന ഫാമിലി വ്ളോഗർ. അപ്പൊ അവരുടെ കല്യാണവുമായി അനുബന്ധിച്ച് നടന്ന ഒരു കോൺട്രവേഴ്സിയാണ് പെൺവീട്ടുകാരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളിലും രണ്ടഭിപ്രായമുള്ള ആൾക്കാരാണ്. തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സുകൊണ്ട് പോലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും കമന്റ് സെക്ഷനിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ അത് വേറെ റൂട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരിങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ സംഭവം വീഡിയോസൊക്കെ പെണ്ണിൻ്റെ ഫേസ് റിവീൽ ചെയ്തു. മുക്കാൽ ചെമ്പ് ബിരിയാണിയിലാണ് ഗൈസ് ആൾക്കാരെ പിടിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ ആൾക്കാരെ ചിരിപ്പിക്കാനോ രസിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ല കണ്ടന്റ്സ് നമ്മൾ എത്തിക്കാൻ നോക്കിയാലും ഒരു മിസ്റ്റേക്ക് മതി നമ്മളെ തള്ളി പറയാൻ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ അരുൺ ജെ. എന്തായാലും മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുമെന്ന് ഓർത്ത് നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് വായ അടച്ചു വെക്കണം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പറയുന്നത് നന്നായിരിക്കും. അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ അത് ഉപയോഗിക്കുമ്പോൾ അവർക്കത് മോശമായിട്ട് തോന്നാം. നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് വർത്താനം പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ അപ്പുറം വേറെ വല്ല കോൺട്രവേഴ്സി ആയി മാറാനുള്ള കോണ്ടന്റ് അതിലുണ്ടാവും. അപ്പൊ അതിൽ തന്നെ വന്ന കുറച്ച് കമന്റ്സുകളാണ്. നാളെ നിന്റെ സഹോദരിക്കും ഇതുപോലെ ദിവസം വരും, പെണ്ണ് പാവം പെട്ടു, ഒരു തരത്തിലും കോമൺ സെൻസ് ഇല്ലാത്ത ചേട്ടൻ, കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കാം, അന്തസ്സില്ലാത്ത സംസാരം, അനിയത്തിയുടെ കല്യാണവും ഇതുപോലെ കച്ചവടം ആകുവോ, കല്യാണം കച്ചവടം എന്നോ സംസ്കാരം, പെണ്ണെ നീ മുങ്ങിക്കോ അല്ലെങ്കിൽ ഗോവിന്ദ, പെണ്ണിന്റെ ഇഷ്ടമാണ് അല്ലാതെ നിന്റെ പെങ്ങളല്ല, എച്ചിത്തരം വിളിച്ചു പറയല്ലേ, ആ പെണ്ണ് വീട്ടുകാർ ഡീസന്റ് ആണ്, മിക്കവാറും ഈ സംസാരത്തിൽ നീക്കുപോക്ക് വരും. ആ ഏട്ടന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് വേണച്ചിട്ട് അവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞൊരു ലെവലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു അനുഭവം കിട്ടിയല്ലോ, നമുക്കൊക്കെ അത് മുന്നേ കിട്ടാൻ തുടങ്ങിയതാണ്. വാക്കുകളൊന്നും ചില ആൾക്കാർക്ക് അത് പിടിക്കാറില്ല, അംഗീകരിക്കാറില്ല. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അത് വേറെ ലെവലിൽ കൊണ്ടുപോയിട്ട് കമന്റ് സെക്ഷൻ ആക്കാറുണ്ട്. നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ സെയിം കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയിറക്കുന്നത്. ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക, ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ, പലരും ഇങ്ങനെ കമൻറ്റിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോടുകൂടി പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ടെല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിലും. അതെപ്പോഴോ പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട്. ഭാഗ്യം അരുണേട്ടൻ രാജമാണിക്കാൻ ഓർത്തത്. ചുരുളി വല്ല ആണെങ്കിൽ ഇപ്പൊ കളി മാറിയേനെ. ഉറക്കി അല്ല, തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക, അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക ഒരുപാട്, പിന്നെ
മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ്. എടാ, ആരെങ്കിലും സ്വന്തം കല്യാണം മുടക്കൂടാ? ഈ ആ കമന്റ് ഇട്ടവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവരവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനെന്നെ അത്യാവശ്യം ഒരു ഫണ്ട് ആയി ഉണ്ടാവുമല്ലോ, മറ്റേ ബൊക്കയും എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ. അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ അത് ഇയാളായിട്ട് മുടക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? മാന്യമായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ തെറി വിളിച്ച് കമന്റ് ഇടുന്ന ഒരു നാറീനെ ഞാൻ പൊക്കിയതാ. അവനാണെങ്കിൽ 18 വയസ്സ് പോലും ആയിട്ടില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു. അപ്പൊ ഇതേപോലെ കമന്റ് ഇടുന്ന ഒരുപാട് നാറികൾ ഇവിടെ ഉണ്ട്. ഒരു തൊര എന്നാ ഇട്ട് കഴിയുമ്പോ എന്തോ സംഭവം കിട്ടണ പോലെയാണ് ഇവരുടെയൊക്കെ ഒരു ബിഹേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവന്മാർക്കൊക്കെ ഇങ്ങനെ ഈ കമന്റ് സെക്ഷനിൽ വന്ന് പറയാനേ പറ്റും. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ 4 വർത്താനം പറയാൻ പോലുള്ള ശേഷി ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നതെന്ന് ആലോചിക്കണം. നമ്മൾ പറയുന്ന വേർഡ്സ് അത് ആ ലെവലിലല്ല കുറച്ച് ആൾക്കാർ എടുക്കുക. കുറച്ചെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാവരും പറയുന്നില്ല. എല്ലാവരുടെയും ചിന്താഗതികൾ വ്യത്യാസമാവുമല്ലോ, ഒരേപോലെ ആരും ഇല്ല. അവനെ അടാന്ന് വിളിക്കുന്ന ഒരു വാക്ക് അത് കുറെ ആൾക്കാർ വേറെ വേറെ ലെവലിലാവും കാണിക്കുക. സുദീപ് ഡാന്ന് വിളിച്ച് ദേഷ്യപ്പെട്ടിട്ടാണ്, അല്ല അവൻ സാധാ പോലെയാണ് വിളിച്ചതെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയും. അതേപോലെ തന്നെയാണത്. അപ്പൊ അതിന് വേണ്ടിയുള്ള വഴി ഉണ്ടാക്കാതിരിക്കുക. വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് കുത്തിയിരുന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തില്ല, അവർ പുതിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ഇട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തന്നെ അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് കാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു? അവർ കണ്ട് അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ അത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാനങ്ങനെ കൃത്യമായിട്ട് എച്ചിക്കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ആ ഫാമിലി എന്തായാലും അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാരണം ചെറിയൊരു കാര്യങ്ങൾക്ക് വരെ ബന്ധങ്ങൾ മുടക്കാതിരിക്കുന്ന കുറെ അമ്മയമ്മമാരും അമ്മയപ്പന്മാരും ഉള്ള രാജ്യമാണിത്. ചെറിയൊരു കാര്യം മതി മരുമകളെ പിരിക്കുക, മരുമകനെ പിരിക്കുക. അവർക്ക് ആർക്കും ഇല്ലാത്ത കുഴപ്പമാണ് ഇവിടെ കുറച്ച് ആൾക്കാർക്ക്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ പിടിച്ച് തൂങ്ങി പിന്നെ അതിന്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരൊന്നും അടുപ്പിക്കാനേ പാടില്ല. ഉള്ള കാര്യം പറയാലോ, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.